ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം അതിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളുമായി ബന്ധപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നതനുസരിച്ച് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശുവിനെ സുഗന്ധദ്രവ്യത്താൽ അഭിഷേകം ചെയ്ത അത്താഴം നടന്നു. എന്നാൽ മത്തായി മർക്കോസും യേശുവിന്റെ അവസാന മണിക്കൂറുകളെ കുറിച്ചുള്ള വിവരണത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരത് ചെയ്യുന്നത് ഒരുപക്ഷെ യേശുവിന്റെ മരണത്തിനും ശവസംസ്കാരത്തിനുമുള്ള അതിന്റെ പ്രാധാന്യം കൂടാതെ ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂദാസ് തന്റെ വഞ്ചന നടത്തുവാനും തീരുമാനിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനമായി ബദനിയിലെ അഭിഷേകം കുരിശുമായി കൂടുതൽ അടുത്തു വരുന്നത് നമ്മുടെ കർത്താവ് തന്നെ ആ സ്ത്രീയുടെ ഈ ആരാധനയെ വിലമതിക്കുകയും ഈ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം അവൾ ചെയ്ത കാര്യങ്ങളും അവളുടെ ഓർമ്മയ്ക്കായി അറിയിക്കും എന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ആലയത്തിലെ ബലിപീഠത്തിൽ കഴിക്കുന്ന യാഗങ്ങൾ പോലെ ഈ വിലയേറിയ തൈലം ഒഴിക്കുന്നത് ശുദ്ധമായ ആരാധനയുടെ ഒരു പ്രവൃത്തിയായിരുന്നു. നമ്മുടെ മാനുഷിക യുഗത്തിൽ ഇത് ഒരു ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കുന്നു. ഈ സ്ത്രീയുടെ സാക്ഷ്യം ആ ലക്ഷ്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു. നമ്മുടെ മതം സമൂഹത്തിന് നമ്മുടെ പ്രയോജനത്തെക്കുറിച്ചോ ദരിദ്രർക്ക് ചെയ്യാൻ കഴിയുന്ന നന്മയെക്കുറിച്ചോ അല്ല, മറിച്ച് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തെക്കുറിച്ചാണ്. നമ്മുടെ പ്രവൃത്തികൾ പല വിധത്തിലാണ്. ഭവനരഹിതർക്ക് അഭയം നൽകുവാനും എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥനയും ബൈബിൾ പഠനവും നടത്തുകയും അതോടൊപ്പം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കുവാൻ ശ്രമിക്കും എന്നതുകൊണ്ട് മാത്രമല്ല, അവ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം പ്രകടിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പ്രായോഗിക സേവനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ കർത്താവിനോടൊപ്പമുള്ള സമയം പാഴാക്കുന്നതും ഉൽപാദനക്ഷമമല്ലാത്തതുമാണെന്ന് ചിന്തിക്കുവാൻ കൂടുതൽ പ്രലോഭിപ്പിക്കപ്പെടുന്നു. നഷ്ടപ്പെട്ട സുഗന്ധദ്രവ്യത്തോടുള്ള ശിഷ്യന്മാരുടെ കൂട്ടായ പ്രതികരണമായി മത്തായി അവകാശപ്പെടുന്നത്, അതായത് എന്തിനാണ് ഈ പാഴാക്കൽ, യോഹന്നാൻ യൂദാസ് ഇസ്കാരിയത്തിനോട് ആരോപിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ യൂദാസാണ് ഈ വീക്ഷണം പ്രകടിപ്പിക്കുന്നതെങ്കിലും മറ്റുള്ളവരിൽ ചിലർക്ക് സമാനമായ സംവരണം ഉണ്ടായിരുന്നിരിക്കാനും സാധ്യതയുണ്ട്. പെസഹ മേശയിൽ ഞങ്ങൾ ഇത് വീണ്ടും കാണുന്നു എന്നത് അവിടെ ഓരോ ശിഷ്യന്മാരും തന്നിൽ തന്നെ ഒറ്റിക്കൊടുക്കാനുള്ള മറഞ്ഞിരിക്കുന്ന സാധ്യതയുമായി നേരിടുകയാണ്. ഈ സമയത്ത് യേശുവിന് കഷ്ടതയോ പ്രശ്നമോ അഭിമുഖീകരിക്കുന്ന ഏതൊരു വിശ്വാസിക്കും ഒരു സഹജീവിയിൽ നിന്ന് അത്തരം സ്നേഹം സ്വീകരിക്കുവാനും വളരെ നിന്ദിക്കപ്പെട്ട് താമസിയാതെ പീഡിപ്പിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മധുരമുള്ള സുഗന്ധദ്രവ്യങ്ങളും കണ്ണുനീരും കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്ന ആ ശരീരം സ്വന്തമാക്കുകയും ചെയ്യുന്നത് എന്തൊരു ആശ്വാസമാണ്. ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഈ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. നമ്മുടെ രക്ഷകന്റെ ആഗ്രഹത്തെ നമുക്ക് ബഹുമാനിക്കാം. പാഴും ഫലശൂന്യവും എന്ന് കരുതപ്പെടുന്ന ആ ആരാധനയ്ക്ക് മറിയത്തിന് വലിയ വില നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. അത് അവൻ വളരെ വിലമതിക്കുകയും ഒരുപക്ഷെ തന്റെ ഭയാനകമായ ഇരുട്ടിൽ കുരിശിൽ ഓർത്തിരിക്കുകയും ചെയ്യും. നമ്മുടെ കൂടിവരവുകളിലും സുവിശേഷ പ്രഘോഷണങ്ങളിലും നാം പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.